Hello friends, welcome to S4 Online PSC Coaching. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ഫോഴ്സസ് ആണ്. വെർട്ടിക്കലും അതേപോലെ ഇൻക്ലൈൻ പ്ലെയിനിലും വരുന്ന ഫോഴ്സസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ ബോയൻസിനെ പറ്റി ചെറിയ ബ്രീഫ് ഡിസ്ക്രിപ്ഷനും പറയുന്നുണ്ട്. പിന്നെ ഹൈറ്റ് ഓഫ് മൗണ്ടൻസിന്റെ ഹൈറ്റ്, രണ്ട് പ്രഷർ തന്നു കഴിഞ്ഞാൽ മൗണ്ടൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. First question, a rectangular plane surface is 2 meter wide and 3 meter deep. It lies in a vertical plane in water. Determine the total pressure on the plane surface when its upper edge is horizontal and coincides with water surface. So ഇവിടെ പറഞ്ഞത് ഒരു വാട്ടറിൽ ഒരു റെക്ടാങ്കിൾ പ്ലെയിന് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഹൊറിസോണ്ടൽ അപ്പർ എഡ്ജ് ഹൊറിസോണ്ടൽ ടോപ്പ് സർഫസുമായി കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഇക്വേഷൻ ഇതാണ്, ഫോഴ്സ് ഈസ് ഈക്വൽ ടു റോ ജി എ എച്ച് എന്നാണ്. ആ ഇക്വേഷൻ കിട്ടുന്നത് ഇങ്ങനെ തന്നെയാണ്, അതായത് പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോ ജി എച്ച് എ, അങ്ങനെയാണ് ആ ഇക്വേഷൻ കിട്ടുന്നത്. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. എ റെക്ടാങ്കിൾ പ്ലെയിൻ ഈസ് 2 meter വൈഡ്. ഇവിടെ ഇതിൻ്റെ വിഡ്ത്ത് പറഞ്ഞിട്ടുണ്ട് 2 meter വൈഡ് ആൻഡ് 3 meter ഡീപ്പ്. ഇതാണ് ഡെപ്ത്, 3 meter ഡീപ്പ്. ഇറ്റ് ലൈസ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ ഇൻ വാട്ടർ. വെർട്ടിക്കൽ പ്ലെയിനിലാണ്. ഡിറ്റർമൈൻ ടോട്ടൽ പ്രഷർ ഓൺ ദ പ്ലെയിൻ സർഫസ് വെൻ ഇറ്റ്സ് അപ്പർ എഡ്ജ് ഇസ് ഹൊറിസോണ്ടൽ ആൻഡ് കോയിൻസൈഡ്സ് വിത്ത് വാട്ടർ സർഫസ്. അതാണ് അപ്പർ എഡ്ജ് ഈ വാട്ടർ സർഫസുമായി തന്നെ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു എ എച്ച് ആണ്. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് 1000. ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.81 ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ റെക്ടാങ്കിൾ പ്ലെയിൻ്റെ ഏരിയ, ദാറ്റ് ഈസ് 2 into 3, ഇപ്പം 6 എന്ന് വരും, 6 meter square എന്ന് വരും. ആൻഡ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അതായത് ഈ റെക്ടാങ്കുലർ സർഫസിന് ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവും, ജി. അതിൻ്റെ ഡെപ്തിനെയാണ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് എച്ച് എന്ന് പറഞ്ഞ ഡെപ്ത്. സോ ഈ എച്ച് എന്നുള്ള ഡെപ്ത് കിട്ടണമെങ്കിൽ ഒരു റെക്ടാങ്കുലർ സർഫസ് ആണെങ്കിൽ അതിൻ്റെ ഡെപ്തിൻ്റെ പകുതി ആയിരിക്കും വരിക. അതായത് ഡെപ്ത് ആണ് 3 ആണ്, അപ്പോൾ അതിൻ്റെ പകുതിയാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരിക. സോ ഇറ്റ് വിൽ ബി 1.5. ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എഫ് ഈസ് ഈക്വൽ ടു റോ 1000 ഇൻറ്റു 9.81 ഇൻറ്റു 6 ഇൻറ്റു 1.5. സോ ഓളയുമ്പോൾ കിട്ടുന്നത് 88 kN എന്നാണ്. സോ അത്രയും ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. സോ ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് ഈസ് 2 meter wide and 3 meter deep. It lies in a vertical plane in water. Determine the total pressure on the plane surface when its upper edge is horizontal and 2.5 meter below the free surface. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് റെക്ടാങ്കുലർ സർഫസ് ഒരു വാട്ടറിൽ ഇമേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടോപ്പ് സർഫസ് ഫ്രീ വാട്ടർ സർഫസുമായി കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞത് 2.5 meter ബിലോ ദ ഫ്രീ വാട്ടർ സർഫസ് എന്നാണ്. സോ ഈ ഒരു ഡെപ്ത്, ടോപ്പ് സർഫസുമായി വരുന്ന ഈ ഒരു ഡെപ്ത് 2.5 meter ആണ്. ഇനി വിഡ്ത്ത് പറഞ്ഞിട്ടുണ്ട് 2 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഡെപ്ത് പറഞ്ഞിട്ടുണ്ട് 3 meter ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഫോഴ്സ് ഫിസിക്കൽ റോ ജി എച്ച് തന്നെയാണ്. ഇനി ഇതിൽ റോ എന്ന് പറഞ്ഞാൽ 1000 ആണ്, ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.81 ആണ്, ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 2 into 3, ഇറ്റ് വിൽ ബി 6 meter square. പിന്നെ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഡെപ്ത് ആണ് ഫ്രം ഫ്രീ വാട്ടർ സർഫസ് ഏരിയ. സോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻട്രലിലായിരിക്കും കിടക്കുന്നത്, അതായത് 3/2 എന്ന ഡിസ്റ്റൻസിലായിരിക്കും കിടക്കുന്നത്, ദാറ്റ് ഈസ് 1.5. പക്ഷേ ഫ്രീ സർഫസ് എന്ന് എടുക്കുമ്പോൾ ഈ 1.5 ആഡ് ചെയ്യണം, അതിൻ്റെ കൂടെ 2.5 ആഡ് ചെയ്യണം. അതാണ് ഇവിടെ ഡിഫറൻസ് വരിക. സോ ഫ്രീ സർഫസ് എന്നുള്ള ഡെപ്ത്, അതായത് 2.5 പ്ലസ് പിന്നെ ബോഡിയിൽ കിടക്കുന്ന ആ ഡെപ്ത്, ദാറ്റ് ഈസ് 1.5, ഇറ്റ് വിൽ ബി 4. ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എഫ് ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു 9.81 ഇൻറ്റു 6 ഇൻറ്റു 4. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 235 kN എന്നാണ്. സോ ആൻസർ വരിക എ ആണ്. സോ ഡെപ്ത് കൂടുന്തോറും, അതായത് ഫ്രീ സർഫസുമായി ടച്ച് ചെയ്യാതെ ഡെപ്ത് കൂടുന്തോറും ഇവിടെ ഫോഴ്സ് കൂടുതലായിട്ടാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ ടോട്ടൽ പ്രഷർ ഓൺ എ സർക്കുലർ പ്ലേറ്റ് ഓഫ് ഡയമീറ്റർ 1.5 meter which is placed vertically in water in such a way that the center of the plate is 3 meter below the free surface of water. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു സർക്കുലർ പ്ലേറ്റ് ആണ്. സർക്കുലർ പ്ലേറ്റിന്റെ ഡയമീറ്റർ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് 1.5 meter എന്ന് പറഞ്ഞിട്ടുണ്ട് ഡയമീറ്റർ.
and it is placed vertically in such a way that the center of the plate is 3 meter below the free surface of water. അപ്പം സെൻറ്റർ കിടക്കുന്നത് 3 മീറ്റർ വിട്ടിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫോഴ്സ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്, ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 തന്നെയാണ്, ജി 9.81, ഏരിയ എന്ന് പറഞ്ഞാൽ സർക്കിൾ ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി 5/4 ഇൻറ്റു ഡയമീറ്റർ സ്ക്വയർ, ദാറ്റ് ഇസ് 1.5 ഹോൾ സ്ക്വയർ. ഇതിൽ കിട്ടുന്നത് 1.767 എന്ന് കിട്ടും. നൗ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് പ്രഷർ ആണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ഫ്രീ സർഫസ് ഏരിയ, ഫ്രം ഫ്രീ സർഫസ് എന്ന് പറയുമ്പോൾ അപ്പോൾ മുകളിൽ നിന്ന് ഈ സെൻറ്റർ വരുള്ളത്, അതായത് 3 മീറ്റർ തന്നെയാണ് വരിക, 3 മീറ്റർ. ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫിസിക്കൽ ടു 1000 ഇൻറ്റു 9.81 ഇൻറ്റു 1.767 ഇൻറ്റു 3, ഇറ്റ് വിൽ ബി 52 കിലോ ന്യൂട്ടൺ. സോ ആൻസർ വരുന്നത് ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഫോർ എ സർക്കുലർ പ്ലേറ്റ് ഓഫ് ഡയമീറ്റർ 2 മീറ്റർ which is placed vertically in water such that the center of the plate is 4 meter below surface of water. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു സർക്കുലർ പ്ലേറ്റ് ഉണ്ട്, അത് സെൻറ്റർ ഓഫ് പ്ലേറ്റ്, അതായത് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്, 4 മീറ്റർ ആണ്. ഡയാമീറ്റർ പറഞ്ഞിട്ടുണ്ട് 2 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സെൻറ്റർ ഓഫ് പ്രഷർ ആണ് ചോദിച്ചിട്ടുള്ളത്. സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. മാസ് ആക്ട് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിന്റാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ സെൻറ്റർ ഓഫ് പ്രഷർ കാണാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് പ്രഷർ ഈസ് ഈക്വൽ ടു ഐ ജി ഡിവൈഡ് ബൈ എ എച്ച് പ്ലസ് എച്ച്. അതിൽ ഐ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് ഐ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു സർക്കുലർ പ്ലേറ്റിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പൈ ഡി റേസ്ഡ് 4/64 ആണ്. സോ അത് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് പൈ ഇൻറ്റു ഡി, ഡി എന്ന് പറഞ്ഞാൽ 2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 64 എന്ന് കിട്ടും. ഇനി എ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, ദാറ്റ് വിൽ ബി പൈ ഡി സ്ക്വയർ ബൈ 2, ദാറ്റ് ഈസ് പൈ ഇൻറ്റു ഡി, ഡി എന്ന് പറഞ്ഞാൽ 2 ഹോൾ സ്ക്വയർ വിൽ ബി 4 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് ഏരിയ. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ സെയിം സംഭവം തന്നെയാണ്, അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഡെപ്ത്, അതായത് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 4 ആണ്. ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. എച്ച് സ്റ്റാർ ദാറ്റ് ഈസ് സെൻറ്റർ ഓഫ് പ്രഷർ ഈസ് ഈക്വൽ ടു ഐ ജി ദാറ്റ് ഈസ് പൈ ഇൻറ്റു 2 ഹോൾ റേസ് ടു 4 ഡിവൈഡ് ബൈ 64 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എച്ച് 4 പ്ലസ് 4. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് പൈ എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി, സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 4.0 മീറ്റർ എന്നാണ്. സോ ആൻസർ വരിക ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഫോർ എ റെക്ടാംഗിൾ പ്ലേറ്റ് 3 meter wide and 4 meter deep which is placed vertically in water such that upper edge is horizontal and coincides with free water. ഇവിടെ പറഞ്ഞത് ഒരു റെക്ടാംഗിൾ പ്ലേറ്റ് ആണ്, അത് ഫ്രീ സർഫസുമായിട്ടാണ് ഹൊറിസോണ്ടൽ കോയിൻസൈഡ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചത് സെൻറ്റർ ഓഫ് പ്രഷർ കാണാനാണ്. സോ ഇതിൽ വ്യത്യാസം വരുന്നത് ഐ ജി എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. സോ ഒരു റെക്ടാംഗിൾ പ്ലേറ്റിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബി ഡി ക്യൂബ് ബൈ 12. അത് ചെയ്യുമ്പം 3 ഇൻറ്റു 4 ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 12, നമുക്ക് 16 മീറ്റർ എന്ന് കിട്ടും. 16 മീറ്റർ അല്ല, ഇറ്റ് വിൽ ബി മീറ്റർ റേസ് ടു 4. ഇനി അടുത്തത് എ എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 3 ഇൻറ്റു 4 ദാറ്റ് വിൽ ബി 12 എന്ന് കിട്ടും. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് വരിക. സോ 4 മീറ്റർ ഡീപ്പ് ആയതുകൊണ്ട് ഇത് 2 മീറ്ററിലായിരിക്കും എടുക്കുക, 2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു ഐ ജി ദാറ്റ് ഈസ് 16 ഡിവൈഡ് ബൈ 12 ഇൻറ്റു 2 പ്ലസ് 2 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2.6 മീറ്റർ എന്നാണ്. സോ ആൻസർ വരിക എ ആണ്. Rectangular plate 2 meter wide and 3 meter deep lies in water such that its plane makes an angle 30 degree with the free surface. Determine the total pressure force if upper edge is 1.5 meter below the free surface. So ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ഇൻക്ലൈൻ പ്ലെയിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഇൻക്ലൈൻ പ്ലെയിൻ കിടക്കുന്നുണ്ട്, അത് ഉണ്ടാക്കുന്ന ആംഗിളും പറഞ്ഞിട്ടുണ്ട്. സർഫസിനോട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ സൈസ് പറഞ്ഞിട്ടുണ്ട് 2 meter വൈഡ് ആൻഡ് 3 meter ഡീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡിറ്റർമൈൻ ദ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഇഫ് ദ അപ്പർ എഡ്ജ് ഈസ് 1.5 meter ബിലോ ദ ഫ്രീ സർഫസ്. സോ ഈ ഒരു ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്, അത് 1.5 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് 1.5 meter. സോ ഇതിൻ്റെ ഒരു വേറൊരു ഡയറക്ഷനിൽ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും പ്ലേറ്റ് ഉണ്ടാവുക. ഈ പ്ലേറ്റിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 meter ആണ്.
വിഡ്ത്ത് പറഞ്ഞിട്ടുണ്ട്, അത് 2 മീറ്റർ ആണ്. ഇനി ഇക്വേഷൻ സെയിം ആണ്. എഫ് ഈസ് ഈക്വൽ ടു റോ ജി എ എച്ച് എന്നാണ്. റോ എന്ന് പറഞ്ഞാൽ 1000 ആണ്. റോ ഈസ് ഈക്വൽ ടു 1000. ജി ഈസ് ഈക്വൽ ടു 9.81. ഏരിയ ഈസ് ഈക്വൽ ടു 2 into 3 ദാറ്റ് ഈസ് 6 മീറ്റർ സ്ക്വയർ. ഇനി എച്ച് കണ്ടുപിടിക്കണം. എച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻക്ലൈൻ പ്ലേറ്റിൽ ഇതാണ് എച്ച് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ്. ഓക്കെ, എച്ച് എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. സോ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടുന്ന് ഒരു ലൈൻ ആദ്യം വരച്ചു, എന്നിട്ട് ഇതിൽ മാർക്ക് ചെയ്തു എ ബി സി ഡി. ഓക്കെ, സോ എച്ച് ഈസ് ഈക്വൽ ടു, വി ക്യാൻ റൈറ്റ് എച്ച് ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് ബി സി എന്ന് എഴുതാം. എ ബി പ്ലസ് ബി സി എന്ന് എഴുതാം. സോ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1.5 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അത് അപ്പർ എഡ്ജിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് ആണ് 1.5. ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ ബി സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് സൈൻ 30 ഈസ് ഈക്വൽ ടു opposite by hypotenuse, that is BC by CD. So BC is equal to CD into sin 30. So നമുക്ക് H എന്ന് പറഞ്ഞാൽ അപ്പം AB that is 1.5 plus BC. BC എന്ന് പറഞ്ഞാൽ CD ആണ്. CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെപ്തിൻ്റെ പകുതിയാണ്, that is 1.5 മീറ്റർ ആണ് വരിക. So that is 1.5 into sin 30. sin 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2.25 മീറ്റർ എന്നാണ്. ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു 9.81 ഇൻറ്റു 6 ഇൻറ്റു 2.25. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 132 കിലോ ന്യൂട്ടൺ എന്നാണ്. സോ ആൻസർ വരിക എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ റെക്ടാംഗുലർ പ്ലേറ്റ് 2 meter wide and 3 meter deep lies in water such that its plane makes an angle 30 degree with the free surface. Determine the position of center of gravity if upper edge is 1.5 meter below the free surface. സോ ഇവിടെ പറഞ്ഞത് ഇൻക്ലൈൻഡ് ആയ പ്ലേറ്റ് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇൻക്ലൈൻ പ്ലെയിൻ്റെത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എ എച്ച് പ്ലസ് എച്ച് എന്ന് വരും. അതാണ് ഇക്വേഷൻ വരിക. മുമ്പത്തിൽ ഐ ജി ബൈ എ എച്ച് പ്ലസ് എച്ച് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു സൈൻ സ്ക്വയർ തീറ്റ എക്സ്ട്രാ വരും. സോ മുമ്പ് ചെയ്ത പോലെ തന്നെയാണ്. ഈ ഒരു ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്, അത് 1.5 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ പറഞ്ഞിട്ടുണ്ട് തീറ്റ, ദാറ്റ് ഈസ് 30 ഡിഗ്രി ആണ്. നമുക്ക് സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കണം. സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അറിയണം. സോ അത് എ ബി സി, ഇതിനെ ഡി എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഈസ് ഈക്വൽ ടു എ ഡി പ്ലസ് ഡി ബി. എ ഡി എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ ആണ്, പ്ലസ് ഡി ബി. ഡി ബി എന്ന് പറഞ്ഞാൽ ഇത് 30 ഡിഗ്രി ആയിരിക്കും വരിക. സോ ഇറ്റ് വിൽ ബി ബി സി സൈൻ 30. സോ 1.5 പ്ലസ് ബി സി എന്ന് പറഞ്ഞാൽ ഡെപ്തിൻ്റെ പകുതിയാണ്, ദാറ്റ് ഈസ് 3/2. 1.5 ഇൻറ്റു 1/2, അത് വരെ 2.25 എന്ന് തന്നെയാണ് വരിക. നൗ എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് സെൻറ്റർ ഓഫ് പ്രഷർ ഈസ് ഈക്വൽ ടു ഐ ജി. ഐ ജി എന്ന് പറഞ്ഞാൽ റെക്ടാംഗിൾ പ്ലേറ്റ് ആണ്. സോ ഇറ്റ് വിൽ ബി ബി ഡി ക്യൂബ്. ഐ ജി ഈസ് ഈക്വൽ ടു ബി ഡി ക്യൂബ് ബൈ 12, ദാറ്റ് വിൽ ബി 4.5 മീറ്റർ റേസ് ടു 4. So 4.5 into sin square theta, that is sin square 30 divided by h. A എന്ന് പറഞ്ഞാൽ 6 into 2.25 plus 2.25. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2.3 മീറ്റർ എന്നാണ്. സോ ആൻസർ വരിക ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് എ മൗണ്ടൻ ഇഫ് ദ പ്രഷർ അറ്റ് ബേസ് ഈസ് 10 cm of mercury while at top is 40 cm mercury. Specific weight of air is constant at 12 Newton per meter cube. സോ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഒരു മൗണ്ടൻ ഉണ്ട്, അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതിൽ ഒരു പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് വെച്ച് മെഷർ ചെയ്തപ്പം അതിൻ്റെ മെർക്കുറിയാണ് അതിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. അത് ബേസിൽ, മൗണ്ടൻ്റെ ബേസിൽ നോക്കിയപ്പം ആ മെർക്കുറിയുടെ റൈസ് 10 സെൻറ്റിമീറ്ററും അതേപോലെ ഏറ്റവും ടോപ്പിൽ പോയപ്പോൾ 40 സെൻറ്റിമീറ്ററും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ പ്രഷറിൻ്റെ ബേസിക് ഇക്വേഷൻ ആണ് പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. സോ അതിന് ആദ്യം നമ്മൾ ഫസ്റ്റ് പ്രഷർ കണ്ടുപിടിക്കാം. പ്രഷർ അറ്റ് ബേസ് ഈസ് ഈക്വൽ ടു, അവിടെ പറഞ്ഞത് 10 cm ഓഫ് മെർക്കുറിയാണ്. സോ വി ക്യാൻ റൈറ്റ് റോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 13,600. മെർക്കുറിയുടെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 13,600 ആണ്. ഇൻറ്റു ജി, ദാറ്റ് ഈസ് 9.81 ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ 10 cm ഓഫ് മെർക്കുറിയാണ്. സോ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 133.41.60 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ്.
മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എച്ച് 10 സെൻറ്റിമീറ്റർ ആണ്. സോ അത് 0.1 എന്നായി മാറുന്നുണ്ടാവും. അങ്ങനെയാണ് പ്രഷർ അറ്റ് ബേസ് എന്നിട്ട്. നൗ പ്രഷർ അറ്റ് ടോപ്പ് ഇറ്റ് ഈസ് സെയിം 13,600 ഇൻറ്റു 9.81 ഇൻറ്റു അവിടെ പറഞ്ഞത് 40 സെൻറ്റിമീറ്റർ ആണ്. സോ ഇറ്റ് വിൽ ബി 0.40. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 53,306.4 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കിട്ടും. ഇനി നോക്കേണ്ടത് പ്രഷർ ഡിഫറൻസ് നോക്കാം. അപ്പോൾ 2 പ്രഷർ കിട്ടി. ഇനി നമുക്ക് പ്രഷർ ഡിഫറൻസ് നോക്കാം. പ്രഷർ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും മൈനസ് ചെയ്താൽ മതി. അതായത് 53,366 മൈനസ് 13,341 മൈനസ് ചെയ്യുക. സോ വിൽ ഗെറ്റ് 40,024.8 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കിട്ടും. ഇതാണ് അവിടെ വരുന്ന പ്രഷർ ഡിഫറൻസ്. ഇനി ഹൈറ്റ് കണ്ടുപിടിക്കണം. മൗണ്ടൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പ്രഷർ ഈസ് ഈക്വൽ ടു റോ ജി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. എച്ച് ഈസ് ഈക്വൽ ടു പ്രഷർ ബൈ റോ ജി. സോ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മെഷർ ചെയ്തിട്ട് ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് 40,024.8 ഡിവൈഡ് ബൈ റോ. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഡെൻസിറ്റി ഓഫ് എയർ ആണ്. റോ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ അത് സ്പെസിഫിക് വെയിറ്റ് ഓഫ് എയർ ആണ്. അത് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 12 ആണ് തന്നിട്ടുണ്ട്. സോ 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് കിട്ടുമ്പോൾ 3,335 മീറ്റർ എന്ന് കിട്ടും. സോ ആൻസർ വരിക ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബാരോമെട്രിക് പ്രഷർ അറ്റ് സീ ലെവൽ ഈസ് 760 mm of mercury while at top of mountain is 735 mm. If the density of air is assumed constant at 1.2 kg per meter cube, find the elevation of the mountain top. സോ ഇവിടെയും ചെയ്യേണ്ടത് മുമ്പ് ചെയ്ത പോലെ തന്നെയാണ്. ആദ്യം പ്രഷർ അറ്റ് ടോപ്പും പ്രഷർ അറ്റ് ബോട്ടം നോക്കാം. ഒന്നുകിൽ ആ രീതിയിൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഈ പ്രഷർ ഡിഫറൻസും മൈനസ് ചെയ്യുക. അതായത് ഇപ്പം മെർക്കുറി എന്ന് ടോപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ടോപ്പിൽ പറഞ്ഞ മെർക്കുറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 760 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അറ്റ് സീ ലെവലാണ് 730 ആൻഡ് അറ്റ് ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞത് 735 mm ആണ്. സോ ഇതിൻ്റെ ഡിഫറൻസ് ആദ്യം തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ചെയ്യുമ്പം കിട്ടുന്നത് 25 mm ആണ്. 25 mm. ഇനി ഇതിൻ്റെ ഒരു ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് പ്രഷർ ഡിഫറൻസ് കിട്ടി. നൗ പ്രഷർ ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. റോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 13,600 ഇൻറ്റു 9.81 ഇൻറ്റു 25. അത് മീറ്ററിലോട്ട് ആക്കണമെങ്കിൽ ഡിവൈഡ് ബൈ 1000 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ കിട്ടുക 3336 എന്ന് കിട്ടും. ദാറ്റ് ഈസ് പ്രഷർ ഡിഫറൻസ്. നൗ എച്ച് ഈസ് ഈക്വൽ ടു പി ബൈ റോ ജി. പി എന്ന് പറഞ്ഞാൽ 3336 ഡിവൈഡ് ബൈ റോ ജി. റോ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എയറിൻ്റെ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഡെൻസിറ്റി ഓഫ് എയർ എന്നാണ് തന്നത്. സോ റോ ആണ് തന്നിട്ടുള്ളത് 1.2 ഇൻറ്റു ജി 9.81. അത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 283 മീറ്റർ എന്ന് കിട്ടും. സോ ആൻസർ വരുന്നത് എ ആണ്. സോ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ റോ ജി എന്ന് എടുത്തത്. റോ ജി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വെയിറ്റ് ആണ്. ഇവിടെ ഡെൻസിറ്റി ആണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് റോ പിന്നെ ഇൻറ്റു 9.81 വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അപ്വേർഡ് പോയിന്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു ഡാഷ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പോൾ എന്താണ് ബോയൻസി എന്ന് പറയാം. സപ്പോസ് ഒരു ബോഡി ഒരു വാട്ടറിൽ ഇമേഴ്സ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് സർഫസിൽ ഈ വാട്ടറിന്ന് പുഷ് ചെയ്യുന്നുണ്ടാവും. അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. സപ്പോസ് ഇറ്റ് ഈസ് പി പ്രഷർ അറ്റ് ടോപ്പ്. അതേപോലെ ഈ ബോട്ടത്തിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഇറ്റ് ഈസ് പ്രഷർ അറ്റ് ബോട്ടം. ഈ ബോഡിയുടെ ഒരു ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഞാനൊരു 10 മീറ്റർ ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ ടോപ്പിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി റോ ജി എച്ച് ആയിരിക്കും. അത് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സിൻ്റെ ഒരു എക്സാമ്പിൾ ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ പറയുന്നത്. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറഞ്ഞാൽ ആ പ്രഷർ ഹൈറ്റിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ കൂടുതൽ ഡൗട്ട് ഉള്ളവർ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യാം. സോ ഇവിടെ പ്രഷർ അറ്റ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച്. റോ എന്ന് പറഞ്ഞാൽ 1000 ആണ്. ജി ഞാൻ സപ്പോസ് ഒരു 10 ആക്കി എടുത്തു, റൗണ്ട് ചെയ്ത് 10 ആക്കി എടുത്തു. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഹൈറ്റ് ഞാൻ ഒരു 5 ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ഡെപ്ത് ടോട്ടൽ ബോട്ടത്തിലോട്ട് വരുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 15 ആവും. സോ ഇവിടെ ടോപ്പത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 ആണ്. ഇത് വരുന്നത് 5 ഇൻറ്റു 10⁴ എന്ന് കിട്ടും. അതാണ് പ്രഷർ അറ്റ് ടോപ്പ്. പ്രഷർ അറ്റ് ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അഗെയിൻ 1000 ഇൻറ്റു 10 ഇൻറ്റു ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 15 ആണ്. സോ 15 വരും. ഇറ്റ് ഈസ് 15 ഇൻറ്റു 10⁴ എന്ന് വരും. സോ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 15 ഇൻറ്റു 10⁴ ആണ്. ടോപ്പിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ്
5 ഇൻറ്റു 10⁻⁴ ആണ്. സോ ഇനി പ്രഷറാണ് കിട്ടിയത്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. സോ ഇതിൻ്റെ ഒരു ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഇൻറ്റു എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അതായിരിക്കും അവിടെ വരുന്ന ഫോഴ്സ്. സോ ഈ വാല്യൂ നോക്കിയാൽ മനസ്സിലാവും, താഴത്തുനിന്ന് വരുന്ന ഫോഴ്സ് കൂടുതലാണ്. ടോപ്പിൽ 5 ആണെങ്കിൽ താഴെ 15 വരുന്നുണ്ട്. സോ താഴത്തുനിന്ന് മുകളിലോട്ട് ഒരു പുഷ് വരുന്നുണ്ട്. ആ ഒരു പുഷ് ഫോഴ്സിങ് ആണ് നമ്മൾ ബോയൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോയൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ താഴത്തുനിന്ന് മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു പ്രഷറാണ് വരുന്നത്. ഇതിന് കാരണം ഇപ്പം ഈ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സിന്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. ഇനി ഇത് എന്തിന് ഈക്വൽ ആണ് നോക്കാം. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞു. പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റോ ജി എച്ച് ഇൻറ്റു ഏരിയ. ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത് വോളിയം ആയിരിക്കും. സോ റോ ജി ഇൻറ്റു വോളിയം എന്ന് കിട്ടി. ഈ റോ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പത്തെ പറഞ്ഞു, അത് സ്പെസിഫിക് വെയിറ്റ് ആണ്. സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു വോളിയം. സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ബോഡിയുടെ വെയിറ്റ് ആയിരിക്കും. സോ ആ ഫോഴ്സ് ആ ബോഡിയുടെ വെയിറ്റിനാണ് ഈക്വലൻ്റ് ആയിട്ട് വരുന്നത്. സോ ആൻസർ വരിക സി ആണ്. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ ബോഡിയുടെ വെയിറ്റ് എത്രയാണോ ഡിസ്പ്ലേസ് ചെയ്തത് അത്രയും തന്നെയാണ് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വരിക. സോ ആൻസർ വരിക വെയിറ്റ് ആണ്. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കീപ് ഷെയറിംഗ് ദ വീഡിയോ.